കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട് കൊള്ളയടിച്ചു. 29 പവൻ സ്വർണവും 1,4 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5,000 രൂപയുമാണ് മോഷണം പോയത്. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട് കൊള്ളയടിച്ചത്. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയും കുടുംബവും വീട് പൂട്ടി കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്ര ഉത്സവത്തിന് പോയതായിരുന്നു. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോൾ വീടിനകത്ത് ലൈറ്റുകൾ കത്തിനിൽക്കുന്ന നിലയിലായിരുന്നു. അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തിത്തുറന്ന് തുണിത്തരങ്ങൾ വാരിവലിച്ചിട്ട് അകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിച്ചു കൊണ്ടുപോയതായി വ്യക്തമായത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. നെക്ലേസ്, വളകൾ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ്, മാല, കമ്മൽ, കുട്ടികളുടെ മാല, കുട്ടികളുടെ സ്വർണവള, കല്ലുവച്ച മാല തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മൊത്തം 31,67,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. നമുക്ക് ഈ നായിക്കാപ്പിൻ്റെ അടുത്ത് നട്രാജ രാജേശ്വരി എന്ന് പറഞ്ഞവരുടെ വീടാണിത്. ഇവിടെ മകളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിൽ നടന്നത്. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഡിസംബർ 25-ാം തീയതി നടന്ന എൻഗേജ്മെൻറ്റിന് വേണമെങ്കിൽ സ്വർണം വാങ്ങിച്ചിട്ട് അല്ലാതെ ഈ ചൈത്ര മാഡം അഡ്വക്കേറ്റാണ് കാസർഗോഡിൽ, അവരെ അമ്മയുടെ സ്വർണം ഉണ്ടായി, അല്ലാതെ ഈ അഡ്വക്കേറ്റ് ചൈത്ര മാഡമിൻ്റെ സ്വർണം ഉണ്ടായി വന്നിട്ട് അങ്ങനെ ഇവരെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉത്സവം ഉണ്ടായി, കുമ്പള ഗോപാലകൃഷ്ണ ടെമ്പിളിൽ ഉത്സവം ഉണ്ടായതുകൊണ്ട് ആ ഉത്സവത്തിന് വേണമെങ്കിൽ ഇവർ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി. വിവരമറിഞ്ഞ് കുമ്പള CI മുകുന്ദന്റെയും SI ജിജേഷിന്റെയും നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.